ഹായ് ഗൈസ്, ക്ലിക്സ് ഓൺ വ്ളോഗ്സ് നമ്മുടെ ചാനൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ആർച്ച് സ്റ്റെയർ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആർച്ച് സ്റ്റെയർ എങ്ങനെ അടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുതിയ വീട് പണിയുന്നവർക്കും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ഉപകാരപ്പെടാൻ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് പോകാം. നമ്മൾ ആർച്ചായിട്ടാണ് സ്റ്റെയർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും സ്റ്റെപ്പ് കൊടുത്ത് കയറാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. 10 സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ലാൻഡിങ്ങും കൂടെ കൂട്ടിയാണ് 10ാമത്തെ സ്റ്റെപ്പ് ലാൻഡിങ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ റീറ്റെയിനിങ് വാളാണ് നമ്മൾ വാർത്തിരിക്കുന്നത്. അപ്പോൾ അത് ഹാഫ് സർക്കിളായിട്ടാണ് നമ്മൾ വാർത്തിരിക്കുന്നത്. ആർച്ച് പോലെ തന്നെയാണ് നമ്മൾ റീറ്റെയിനിങ് വാൾ നമ്മൾ വാർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കമ്പിയും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം റീറ്റെയിനിങ് വാളിനകത്ത് തന്നെ കമ്പി കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെയർ 1 മീറ്റർ വീതിയിലാണ് നമ്മൾ സ്റ്റെയർ അടിക്കുന്നത്. നമ്മുടെ ഈ ബിൽഡിംഗ് ഇപ്പോൾ പണിയുന്നത് ഒറ്റ നിലയായിട്ടാണ് പണിയുന്നത്. പക്ഷേ അത് 2 നിലയായിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് നമ്മൾ ഒറ്റ നില ബിൽഡിംഗ് നമ്മൾ പണിയുന്നത്. അപ്പോൾ മേളിൽ നിന്നൊരു സ്ലോപ്പായിട്ടാണ് നമ്മുടെ ഈ വസ്തു കിടക്കുന്നത്. അപ്പം നമ്മൾ പകുതി കട്ട് ചെയ്ത് മാറ്റി താഴേന്ന് കൊടുത്ത് കയറി വരുന്ന മേളിലും ഒരു ഇത് റൂംസും എല്ലാം കൊടുത്ത് ആണ് നമ്മളിത് പണിയുന്നത്. അപ്പോൾ ഇത് ഡബിൾ ഹൈറ്റാണ്, സെൻറ്ററൊക്കെ ഡബിൾ ഹൈറ്റ് പൊങ്ങി വരും. അപ്പം നമുക്ക് പുറത്ത് നോക്കുമ്പോഴത്തേന് 2 നിലയായിട്ട് നമുക്ക് തോന്നിക്കും. അപ്പോൾ അങ്ങനെ ഒരു നിർമ്മാണ രീതിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി വേസ്റ്റേജ് വരില്ല, ഒത്തിരി കോസ്റ്റും വരില്ല. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്.